എന്നെ അതിശയപ്പെടുത്തിയ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ. അതായത് നമ്മുടെ ബോഡി ഗാർഡ് സിനിമയിലെ ചേട്ടന്റെ ക്യാരക്ടർ കണ്ടിട്ട് വിജയ് തമിഴ് വേർഷനിൽ ചേട്ടനെ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ ചേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ സൽമാൻ ഖാനും ഇതേ ആവശ്യം തന്നെ പറഞ്ഞു, ചേട്ടൻ തന്നെ ആ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ ഒരു ഭാഷയുടെ പരിമിതി കൊണ്ട് ആ ഒരു വലിയ ഓഫർ കളഞ്ഞു എന്ന് ഞാൻ മറ്റൊരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. സൽമാൻ ഖാൻ അങ്ങനെ പറഞ്ഞില്ല. അതാണ് ഓ, സൽമാൻ ഖാനെ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളം ബോഡി ഗാർഡിന്റെ ഏതാണ്ടൊരു 99% അതുപോലെ തന്നെ തമിഴിലേക്ക് എടുത്തു. പക്ഷെ ഹിന്ദി വേർഷൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വലിയ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ സിദ്ദിഖ് സാർ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിലൊന്ന് എന്റെ ശബ്ദമാണ്. അതായത് ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിന് ഇമ്പാക്റ്റ് എന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിദ്ദിഖ് സാറാണ് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ. ഞാൻ പറഞ്ഞു ഡബിങ് ഇച്ചിരി പ്രശ്നമായിരിക്കും സാറേ, പിന്നെ എനിക്ക് അത്ര കോൺഫിഡന്റ് അല്ല ഹിന്ദിയിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിലുള്ള ആ ക്യാരക്ടർ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ക്യാമ്പസിലെ ഒരാള് മാത്രം അല്ലാതെ ഒരു ഇൻട്രൊഡക്ഷനോ ആ ഗ്രൂപ്പിലുള്ള ഹ്യൂമറോ അങ്ങനെയുള്ള കാര്യങ്ങളോ. അതുകൊണ്ടാണ് എന്നെ വിളിക്കാൻ ഞാൻ സിദ്ദിഖ് സാർ. അത് ശരിയാ. പക്ഷെ ഞാൻ മറ്റൊരു രീതി. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ ക്യാരക്ടർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പൂനെയിൽ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോ സിദ്ദിഖ് സാറിനെ വിളിക്കുന്നു. അപ്പൊ സാറ് ബോഡി ഗാർഡിന്റെ സെറ്റിലാണ്. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, അജയ വാ, സൽമാൻ വെയിറ്റ് ചെയ്യും അജയനെ കാണാൻ പറഞ്ഞിട്ട്. ഒരു കോളേജിന്റെ പേരും പറഞ്ഞു. പക്ഷെ ഞങ്ങള് 2-3 സ്ഥലത്ത് പോയിട്ട് എല്ലാ ആ തരത്തിലുള്ള ഒരു 3-4 കോളേജുകളുണ്ട്. അപ്പൊ എന്റെ കൂടെ സിംഗർ അഫ്സലും ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് സിദ്ദിഖ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നത്. നിർഭാഗ്യവശാല് ആ കോളേജ് കണ്ടുപിടിച്ച് ചെന്നപ്പോഴേക്കും അവര് ഷൂട്ട് കഴിഞ്ഞു പോയി. കുറെ കാത്തിരുന്നു എന്നും പറഞ്ഞു സാറ്.